എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന +2 പരീക്ഷ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി നാളെ പരീക്ഷയില്ല. നാളെ +1 വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷയുള്ളത്. നാളെ വിദ്യാർത്ഥികൾക്ക്, അതായത് മാർച്ച് 11-ാം തീയതി, ഹോം സയൻസ്, ഗാർഡിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി പരീക്ഷ ഇന്ന് കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഈസി ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ടഫായിരിക്കും. അതായത് ഏതൊരു പരീക്ഷയുടെ കാര്യം എടുക്കുന്ന സമയത്തും ആ ഒരു രീതിയിലാണ് പരീക്ഷയുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതായത് കുറേ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഈസിയാണ് എന്ന് പറയും, എന്നാൽ കുറേ വിദ്യാർത്ഥികൾ പരീക്ഷ കുറച്ച് ടഫായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ അതേ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിന് മതിയായ രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ ചിലപ്പോൾ ടഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് നേടേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് +1-ന് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ +2 പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ +2-ൻ്റെ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് +1-ൻ്റെ ഇനി വരുന്ന കെമിസ്ട്രി പരീക്ഷ എഴുതാനായിട്ട് പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളോട് ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയിൽ ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്, അതായത് 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. ജയിക്കാനായിട്ട് 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ +1-ന്, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്ക് +1-ന് 30 മാർക്കാണ് കെമിസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് കരുതുക. അതായത് എഴുത്ത് പരീക്ഷയിൽ ഈ മാർക്കിൽ 30 മാർക്കാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയൊരു വിദ്യാർത്ഥിക്ക് +2-ന് എത്ര മാർക്ക് ജയിക്കാനായിട്ട് വേണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി എഴുത്തു പരീക്ഷയിൽ ജയിക്കാനായിട്ട്, അത് ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ട് വേണ്ട മാർക്ക്, മിനിമം മാർക്ക് എന്ന് പറയുന്നത് 36 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 36 മാർക്കിൽ നിന്നും +1-ന് കിട്ടിയ മാർക്ക് എത്രയാണോ അതിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതാണ് +2-ന് നിങ്ങൾക്ക് മിനിമം, അതായത് ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് 30 മാർക്ക് +1-ന് ഉണ്ട്. അതുപോലെ മാക്സിമം ജയിക്കാനായിട്ട്, അതായത് മിനിമം ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 36ആണ്. അപ്പോൾ 36-ന് ഈ ഒരു 30 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ 6 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് +2-ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഓവറോളായിട്ട് ജസ്റ്റ് പാസ്, ആ ഒരു സബ്ജക്റ്റ് ജസ്റ്റ് പാസ്സാകും. അതായത് ഏകദേശം ഒരു CE മാർക്കൊക്കെ കൂട്ടുന്ന സമയത്ത് C ഗ്രേഡ് ഒക്കെയാണ് ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, +1-ന് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 16 മാർക്കാണ്. അപ്പോൾ 16 മാർക്ക് കിട്ടിയിട്ടുള്ളെങ്കിൽ +2 പരീക്ഷയ്ക്ക് കെമിസ്ട്രിക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 36-ൽ നിന്നും 16 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് കെമിസ്ട്രി പരീക്ഷ നിങ്ങൾ ജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു സംശയമാണ്, ഇപ്പോൾ +2-ൻ്റെ കെമിസ്ട്രിയുടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് +1-ൻ്റെ, അതായത് ഇനി വരുന്ന, അതായത് 15-ാം തീയതിയാണെന്നാണ് തോന്നുന്നത്, അപ്പോൾ 15-ാം തീയതി വരുന്ന കെമിസ്ട്രിയുടെ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, കെമിസ്ട്രി സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു +1-ൻ്റെ കെമിസ്ട്രി പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ +2 വിഭാഗത്തിൽ കെമിസ്ട്രി പരീക്ഷ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ, അതായത് കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുമ്പോൾ +2 തോറ്റ് വീണ്ടും ജയിക്കാനായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളും, അങ്ങനെ +2-ൻ്റെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +1-ൻ്റെ കെമിസ്ട്രി പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് അതിൽ 2 വിധത്തിൽ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ആദ്യത്തേത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾ, അടുത്തത് ഫസ്റ്റ് ഇയറിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ ഇനത്തിലായിട്ട് ഫസ്റ്റ് ഇയറിൽ എഴുതുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ രണ്ടാമത്തേതിൽ നിങ്ങൾ കെമിസ്ട്രിയുടെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റിൽ ഈ ഒരു കെമിസ്ട്രിയുടെ ടൈം ടേബിൾ, കെമിസ്ട്രിയുടെ ടൈം ടേബിൾ കൂടി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ +1-ലെയോ +2-ലെയോ ഏതെങ്കിലും ഒരു വർഷത്തെ കെമിസ്ട്രിക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥി, +2-ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ +1 കൂടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ കെമിസ്ട്രി പരീക്ഷ ഈ ഒരു +2 രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് +1-ൻ്റെ കെമിസ്ട്രി എഴുതാം. എന്നാൽ റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ വിഭാഗത്തിൽ കെമിസ്ട്രിക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ +1-ൻ്റെ കെമിസ്ട്രി പരീക്ഷ രജിസ്ട്രേഷൻ
ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു +1 കെമിസ്ട്രി പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതല്ല. ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് പറയാം. +1 ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിൽ കെമിസ്ട്രിക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, അതുപോലെ +2 കെമിസ്ട്രി പരീക്ഷ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ ഒരു +1 ഈ ഒരു കെമിസ്ട്രി പരീക്ഷ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും മാത്രമാണ് ഈ ഒരു +1 കെമിസ്ട്രി പരീക്ഷ കമ്പാർട്ട്മെൻ്റലായിട്ടോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആയിട്ടോ ഒക്കെ +1 കെമിസ്ട്രി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. +2 കെമിസ്ട്രി കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു +1 കെമിസ്ട്രി പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയൊരു കെമിസ്ട്രി പരീക്ഷയുടേത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് +2 ശേഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് റിസൾട്ട് വന്ന ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം ഒറ്റത്തവണ മാത്രമാണ് ഈ ഒരു രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിസ്ട്രി പരീക്ഷ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +1 +2 TE മാർക്ക് ഈ ഒരു കെമിസ്ട്രി നോക്കുന്ന സമയത്ത് 36 കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഗ്രേസ് മാർക്കുമില്ല, 36 മാർക്ക് TE മാർക്ക് ഇനത്തിൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷ എങ്ങനെയായിരുന്നു, ഈസി ആയിരുന്നു അല്ലെങ്കിൽ ടഫ് ആയിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.